കോടതി വെറുതെ വിട്ട ഒരാളുടെ സിനിമകൾ കാണുന്നതിനെതിരെ പരാതികൾ വരുന്നു. ബസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ നിർത്താൻ പറയുന്നു. അതുപോലെ പുതിയ സിനിമ റിലീസാവുന്ന സമയത്ത് അത് കാണരുതെന്ന് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും പല കേസുകളിലും ഇപ്പോൾ പല വൈദികരുടെയും പല ബിഷപ്പുമാരുടെയും അങ്ങനെ ഒരുപാട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ പ്രതി എന്നുള്ള വാക്ക് മാറ്റി കുറ്റാരോപിതൻ എന്നുള്ളൊരു പദം വരെ നമ്മൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ കുറ്റാരോപിതൻ എന്ന് പറയുന്നു, പ്രതി എന്ന വാക്ക് നീക്കണം എന്ന് പറയുന്നു. സംശയത്തിന് നിഴലിൽ എന്ന് പറയുന്ന പോലെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ആളുകളെ നമ്മൾ പ്രതികളായിട്ട് അവർ തന്നെയാണ് പ്രതി എന്ന് ജനങ്ങൾ വിധിക്കുന്ന പോലെയുള്ള ഒരു മോബിന്റെ ഒരു ആക്ടിവിറ്റിയോട് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സിനിമയായിട്ട് കാണുക നല്ലത്. കാരണം അല്ലാണ്ട് ജീവിതമല്ലല്ലോ സിനിമ. ജീവിതമായിട്ട് ചിലപ്പോൾ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കാണും, ചിരിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റി ആലോചിച്ച് കരയും, അങ്ങനെ. അപ്പോൾ സിനിമ വേറെ, ജീവിതം വേറെ. ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളല്ല നമ്മുടെ സിനിമ നമ്മൾ കാണാൻ പോകണമെന്തിനാ? കുറേ ചിരിക്കുക. അപ്പോൾ അത് ആരഭിനയിച്ചാലും എന്താ, അതിലൊന്നും എനിക്കത് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ആരഭിനയിച്ചാലും നമ്മൾ കാണും. അതിൽ വ്യക്തികളെ കാണുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരു വ്യക്തിയാണ് ഇത് അഭിനയിക്കണേന്ന് കണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും കലാകാരന്മാരാണ്, അവരഭിനയിക്കുന്നതും ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ചിലവർ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, മോഹൻലാൽ ഫാൻസ് ഉണ്ട്. ചിലപ്പോൾ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി സിനിമ കാണില്ല. അതൊക്കെ വിഡ്ഢിത്തരാണ്. ഞാൻ പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമ നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ കണ്ടുകൂടാ? അതേമാതിരി മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യം മോഹൻലാലിന് പറ്റില്ല, മോഹൻലാലിന് കാണുന്ന ഇത് മമ്മൂട്ടിക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഏതാണ് സിനിമ നല്ലതാണോ, അല്ലെങ്കിൽ അത് കണ്ടാൽ നമുക്കൊരു സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ ചില ത്രില്ലുണ്ടോ, അങ്ങനത്തെയൊക്കെ സിനിമകൾ കണ്ട് ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ വ്യക്തികളെ നോക്കില്ല, സിനിമ നല്ലതാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കലാകാരന്റെ ഉള്ളിൽ ഒരു വ്യക്തിക്ക് നമ്മൾ മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ജോലിയല്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മാർക്കിടാം. പക്ഷെ സിനിമയിൽ അത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വെറുതെ എനിക്ക് തോന്നുന്നു, വെറുതെ ഗിമ്മിക്ക് കാണിക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ പറയണതും ഇതിലൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ ആ കലാരൂപം കാണുക, ആസ്വദിക്കുക, അത് അവതരിപ്പിക്കുന്നത് ആരാണ്, അവരുടെ രാഷ്ട്രീയം എന്താണ് നോക്കേണ്ട ആവശ്യം. കാരണം ആ വ്യക്തിയല്ല അവിടെ അഭിനയിക്കുന്നത്, ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ നമുക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അപ്പം അവരെ നമുക്ക് ആ രീതിയിൽ ക്യാരക്ടറായിട്ട് കണ്ടാൽ മതി. വ്യക്തി ജീവിതത്തിൽ വ്യക്തി ആയിക്കോട്ടെ, അത് നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവരോട് മിണ്ടണ്ട, അവരോട് സംസാരിക്കേണ്ട, അവരെ മാറ്റി നിർത്താം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.